ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഒരു 25 വർഷം ബാക്കിലോട്ട് പോയി കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാണ്. അവിടെ ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. ഓക്സ്ഫോർഡിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജാണ്. ഹിസ്റ്ററി, ഡിഗ്രിക്ക് ഹിസ്റ്ററി ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ സയൻസിലോട്ട് വന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, തൊപ്പിക്കലിനെ കുറിച്ചും കൊടക്കലിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് നേരെ സയൻസ് പഠിക്കാൻ വരുന്ന എൻ്റെ ഒരു അവസ്ഥ. അതിൻ്റെ വിഷമം ഒരു സൈഡിൽ. എന്തായാലും ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു 3-4 പേരുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഞങ്ങളെ വിളിപ്പിച്ചു. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റായി പോയായിരുന്നു. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി, ലേറ്റായി പോയി. അതിനു വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൾ പിടിച്ചത്. ക്ലാസ്സിൽ ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ പുള്ളിക്കാരി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. നല്ല കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ദിവസമായിട്ട് മൊത്തത്തിലൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് എടുക്കില്ല. അപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുവേ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്തോ കിലുക്കത്തിൻ്റെ ഡയലോഗ് ഏതാണ്ട് ആലോചിച്ചു. എനിക്ക് വീണ്ടും ചിരി വന്നു. ഞാൻ ചിരിച്ചു. എൻ്റെ പൊന്നെ, പിന്നെ പറയണ്ട, മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്ന പോലെയായിരുന്നു പിന്നത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ പറയാതെ ചീത്തയൊന്നുമില്ല. അവസാനം ഇന്റർനാഷണൽ വേസ്റ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ ഇന്റർനാഷണൽ വേസ്റ്റ് എവിടെയോ കയറി ഒന്ന് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. കോൺഷ്യസ് മൈൻഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. 1 വർഷം കൽക്കത്ത, 1 വർഷം ഡൽഹി ഞാൻ ജോലിയൊക്കെ ചെയ്തു. പിന്നെ മാൽദീവ്സിലോട്ട് ഒരു ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പേപ്പർ മേടിക്കണം. ഞാൻ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഉടനെ ഒന്നും പോകത്തുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, പേപ്പർ മേടിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ വന്നു. പേപ്പർ മേടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്നാ എടുക്കാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടുത്ത് വായിക്കാൻ ഇന്റർനാഷണൽ വേസ്റ്റ് എന്ന് വിളിച്ച മാം തന്നെ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. ജസ്റ്റ് 2 വർഷത്തെ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ചില ആൾക്കാർ ചീത്ത വിളിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നെഗറ്റീവ് പറഞ്ഞു, നീ അല്ലെങ്കിൽ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മനസ്സിൽ വെച്ച് പറയുന്നതല്ല, അത് മനസ്സിലോട്ട് ഏറ്റെടുത്ത് ലൈഫ് സ്പോയിൽ ആയേക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ അങ്ങനെ പല കേസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം പറയുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഹീൽ ചെയ്യപ്പെടണം. നിങ്ങൾക്ക് അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഓക്കെ, ഞാൻ ഹീലിംഗ് ചെയ്യുന്നില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോകണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ദയവ് ചെയ്ത് ആരെന്ത് പറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലേ എടുക്കാവുള്ളൂ. എല്ലാം ഉള്ളിലോട്ട് ഏറ്റെടുക്കരുത്.